أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമായിരുന്നു പരാമർശിച്ചു വന്നിരുന്നത്. തൽസംബന്ധമായി കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബദർ യുദ്ധം അവസാനിച്ച ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധ തടവുകാരോടുള്ള സൽപെരുമാറ്റത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെട്ടിരിക്കുന്നു. തബഖാത്ത് ബിൻ സഅദിൽ വന്നിരിക്കുന്നു, ബദറിലെ യുദ്ധ തടവുകാരെ ഹാജരാക്കിയപ്പോൾ അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹദരത്ത് അബ്ബാസും ഉണ്ടായിരുന്നു. അന്ന് രാത്രി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അതുകണ്ട് സഹാബാക്കളിൽ ഒരാൾ ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് കാര്യമാണ് താങ്കളെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ബാസിൻ്റെ ഞെരുക്കത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഒരു വ്യക്തി വന്ന് ഹദരത്ത് അബ്ബാസിൻ്റെ കെട്ട് അയച്ചു കെട്ടി, കയറ് കെട്ടിയതായിരുന്നു, കുറച്ച് അയവ് വരുത്തി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തു പറ്റി? അബ്ബാസ് ഞെരുങ്ങുന്ന ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കെട്ട് അല്പം അയച്ചു കൊടുത്തതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാ തടവുകാരോടും ഒരേ സമീപനം ആണ് കാണിക്കേണ്ടത്. എൻ്റെ ബന്ധുവാണെന്ന് കരുതി ഒരാളോട് മാത്രം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ബദറിലെ യുദ്ധ തടവുകാരെ കുറിച്ച് സീറത്ത് ഖാത്തമുൻ നബീനിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് സവിസ്തരം പരാമർശിച്ചിട്ടുണ്ട്. എഴുതുന്നു, 3 ദിവസത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ താഴ്വാരത്ത് താമസം തുടരുകയുണ്ടായി. ആ സമയത്ത് ശുഹദാക്കളുടെ തക്ഫീനും തദ്ഫീനും, ജനാസയും കബറടക്കവും നടക്കുകയായിരുന്നു. അതുപോലെ പരിക്കേറ്റവരുടെ മുറിവ് കെട്ടിവെക്കുകയായിരുന്നു. ആ ദിവസങ്ങളിൽ തന്നെ യുദ്ധം മുതൽ സ്വരൂപിക്കുന്ന കാരണവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാഫിര്യങ്ങളുടെ 70 യുദ്ധ തടവുകാരെ സുരക്ഷയോടെ വിവിധ മുസ്ലിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസ്ലിങ്ങളോട് ഇപ്രകാരം താക്കീതും ചെയ്യുകയുണ്ടായി, നിങ്ങൾ യുദ്ധ തടവുകാരോട് വളരെ സൗമ്യമായും കാരുണ്യത്തോടും കൂടി പെരുമാറേണ്ടതുണ്ട്. അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. സഹാബാക്കളാകട്ടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുനബിയുടെ ആ ഉപദേശത്തെ അവർ എത്ര സുന്ദരമായാണ് പ്രാവർത്തികമാക്കിയത്. എന്നാൽ ലോകചരിത്രത്തിൽ അതിന് ഉപമകൾ കാണാൻ സാധ്യമല്ല. ആ യുദ്ധ തടവുകാരിൽ ഒരാളായിരുന്ന അബൂ ഉസൈർ ബിൻ ഉമേർ സ്വാനുഭവം ഇപ്രകാരം പങ്കുവയ്ക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കാരണത്താൽ അൻസാറുകൾ എനിക്ക് പാകം ചെയ്ത റൊട്ടി നൽകുമായിരുന്നു. എന്നിട്ട് സ്വയം ഈത്തപ്പഴമോ മറ്റോ കഴിച്ച് കൂടുമായിരുന്നു. പലതവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പക്കൽ ചെറിയ റൊട്ടി കഷ്ണം പോലും മിച്ചം വന്നാൽ അവർ അത് എനിക്ക് നൽകുകയും അവർ സ്വയം തിന്നാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ചിലപ്പോൾ ലജ്ജയോടെ
അത് മടക്കി കൊടുത്താൽ അവർ എനിക്ക് തന്നെ അത് തിരിച്ചു തരുമായിരുന്നു. അവർ നിർബന്ധം ചെലുത്തി എന്നെ തിന്നിപ്പിക്കുമായിരുന്നു. ആരുടെ പക്കലായിരുന്നോ, ഈ തടവുകാരുടെ പക്കലായിരുന്നോ വസ്ത്രങ്ങൾക്ക് കുറവുണ്ടായിരുന്നത്, അവർക്ക് വസ്ത്രങ്ങൾ നൽകുമായിരുന്നു. അബ്ബാസിന് അബ്ദുള്ള ബിൻ ഉബൈ അപ്രകാരം തന്റെ കമ്മീസ് നൽകുകയുണ്ടായി. സർ വില്യം മ്യൂർ മുസ്ലിങ്ങളുടെ യുദ്ധ തടവുകാരോടുണ്ടായിരുന്ന അനുഭാവപൂർണമായ പെരുമാറ്റത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം മുഹാജിരീങ്ങളും അൻസാറുകളും യുദ്ധ തടവുകാരോട് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറിയിരുന്നു. ഏതുവരെ എന്നാൽ ചില യുദ്ധ തടവുകാരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തലുകളും ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്നു: മദീനക്കാർക്ക് അള്ളാഹു നന്മ വരട്ടെ, അവർ ഞങ്ങൾക്ക് സവാരി മൃഗങ്ങളെ നൽകുകയും സ്വയം കാൽനടയായി സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ആട്ടയുടെ പാകം ചെയ്ത റൊട്ടി നൽകുമായിരുന്നു. അതുപോലെ സ്വയം ഈത്തപ്പഴങ്ങളും മറ്റും കഴിച്ച് കൂടുമായിരുന്നു. അതുകൊണ്ട് വില്യം മ്യൂർ സാഹിബ് എഴുതുന്നു: ചില തടവുകാർ ഈ സൽപെരുമാറ്റത്തിന്റെ പ്രഭാവത്തിന് വശഗതരായിക്കൊണ്ട് മുസ്ലിങ്ങളായി മാറിയത് കണ്ട് അതുകൊണ്ട് നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. തടവുകാരോട് ഇത്തരത്തിൽ പെരുമാറ്റമുണ്ടായപ്പോൾ ചിലർ മുസ്ലിങ്ങളായി. അത്തരക്കാരെ ഉടനെ സ്വതന്ത്രരുമാക്കി. മാത്രമല്ല, ഇസ്ലാം മതം സ്വീകരിക്കാത്ത തടവുകാരോടും വളരെ സൽപെരുമാറ്റം കാരണത്താൽ അവരിൽ അത് വലിയ സ്വാധീനം ഉളവാക്കി. ബദർ യുദ്ധത്തിന്റെ പ്രാധാന്യത്തെയും അതിന്റെ സ്വാധീനങ്ങളെയും കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: ബദർ യുദ്ധവിജയം നടന്നതിന്റെ സുവാർത്ത അറിയിക്കാൻ അബ്ദുള്ള ബിൻ റവാഹ സെയ്ദ് ബിൻ ഹാരിസയോടൊപ്പം മദീനയിലെത്തി. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വിജയ സുവാർത്തയുടെ പ്രഖ്യാപനം കേട്ടപ്പോൾ ദൈവശത്രുവായ കാബിൻ അഷ്റഫ് എന്ന യഹൂദി അദ്ദേഹത്തെ വ്യാജപ്പെടുത്തുകയുണ്ടായി. അയാൾ പറഞ്ഞു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയ ഖുറൈശി മൂപ്പന്മാരെ വധിച്ചെങ്കിൽ പിന്നെ ഭൂമുഖത്ത് താമസിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയുടെ അന്തർഭാഗത്ത് താമസിക്കുന്നതാണ്. അതായത് ഇനി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അല്ലാമ ഷിബിലി ന്യൂമാനി തന്റെ ഗ്രന്ഥമായ ബദർ യുദ്ധത്തിന്റെ പരിണാമം എന്ന വിഷയത്തിൽ ഇപ്രകാരം തന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു: ബദർ യുദ്ധം മതപരമായും അതുപോലെ രാജ്യതലത്തിലുമുള്ള അവസ്ഥകളിൽ പ്രകടമായ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തി. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിന്റെ പുരോഗതിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു. ഖുറൈശികളായ വൻ പ്രമാണിമാരും അവരോരോരുത്തരും ഇസ്ലാമിന്റെ പുരോഗതിയുടെ വഴിയിൽ തടസ്സമായി നിലകൊള്ളുകയായിരുന്നു. അവരെല്ലാവരും തന്നെ മരിച്ചു വീണു. ഉത്ബയും അബൂജഹലും മരിച്ചത് ഖുറൈശികളുടെ ഭരണകൂടത്തിന്റെ കിരീടം അബൂ സുഫിയാന്റെ ശിരസിൽ വരാൻ വഴിവെച്ചു. അപ്രകാരം അമവി ഭരണകൂടത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ ഖുറൈശികളുടെ ശരിയായ ശക്തിയും ഭരണവും മറ്റും ക്ഷയിച്ചു തുടങ്ങി. മദീനയിൽ അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സുലൂൽ വ്യക്തമായ നിലയിൽ കാഫിറായിരുന്നെങ്കിൽ പിന്നീട് അതിനുശേഷം ബാഹ്യദൃഷ്ടി അയാൾ ഇസ്ലാമിക വൃത്തത്തിലേക്ക് പ്രവേശിച്ചു. ബദർ വിജയശേഷം അയാളും ബാഹ്യമായ നിലയിൽ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ജീവിതകാലം മുഴുവനും അയാൾ കപടവിശ്വാസിയായി തന്നെ കഴിച്ചുകൂട്ടി. അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയുമുണ്ടായി. അറേബ്യൻ ഗോത്രങ്ങൾ ഈ സംഭവ പരമ്പരകളെല്ലാം കണ്ടു അടങ്ങിയിരുന്നില്ലെങ്കിലും അല്പം ഭയക്കുകയുണ്ടായി. ഒരുപാട് അറബി ഗോത്രങ്ങൾ മുസ്ലിങ്ങളായി തീർന്നില്ലെങ്കിലും ഇതെല്ലാം കണ്ട് വിജയം കണ്ട് ഭയന്നു പോവുകയുണ്ടായി. മുസ്ലിങ്ങൾക്ക് എതിരിൽ അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യാതെ ഭയന്നു കൂടാൻ തുടങ്ങി. ഇപ്രകാരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളോടൊപ്പം പ്രതികൂല കാര്യങ്ങളും വളരെയധികം ഉണ്ടായി തുടങ്ങി. എല്ലാ കാര്യങ്ങളിലും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന യഹൂദികളോട് ഉടമ്പടി ഉണ്ടായിരുന്ന എങ്കിലും ഈ പ്രകടമായ വിജയം കണ്ട് അവരിൽ അസൂയയുടെ അഗ്നി ആളിക്കത്തി. അത് അവർക്ക് നിയന്ത്രിക്കാനായില്ല. ആദ്യം ഖുറൈശികൾ ഹസ്രമിയെ കുറിച്ച് മാത്രമായിരുന്നു പറഞ്ഞു വിലപിച്ചിരുന്നതെങ്കിൽ ബദറിന് ശേഷം എല്ലാ വീടും മരണവീടായി മാറി. ബദറിൽ വധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ മക്കയിലെ കുഞ്ഞു കുട്ടികൾ പോലും അസ്വസ്ഥരായി കാണപ്പെട്ടു. അപ്രകാരത്തിലാണ് സുവേഖ് സംഭവം നടന്നതും ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം ഉണ്ടായതും. ബദർ വിജയത്തിന്റെ അനന്തരഫലങ്ങൾ വിവരിച്ചുകൊണ്ട് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സബ എഴുതുന്നു: അതുവരെ മദീനയിൽ ഔസ്, ഖസ്റജ് എന്നീ ഗോത്രങ്ങളിൽ ഒരുപാട് പേർ ബഹുദൈവാരാധനയിൽ അകപ്പെട്ടിരിക്കുന്നവരായിരുന്നു. ബദ്നൽ ബദർ യുദ്ധം അവർക്കിടയിൽ ഒരു വൻ ചലനമുണ്ടാക്കി. അവരിൽ ഒരുപാട് പേര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായതും അനിതര സാധാരണവുമായ വിജയം കണ്ടപ്പോൾ ഇസ്ലാമിന്റെ സത്യതയെ
ഏറ്റുപറയുകയുണ്ടായി. കൂടാതെ അതിനുശേഷം മദീനയിൽ ബിംബാരാധനയുടെ ഘടകങ്ങൾ അതിവേഗതയോടെ കുറഞ്ഞു തുടങ്ങി. അതിന് കോപ്പുകൂട്ടുന്നവർക്ക് ക്ഷയം സംഭവിച്ചു. എന്നാൽ ചിലരുണ്ടായിരുന്നു, അവരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന്റെ ഈ വിജയം വെറുപ്പിന്റെയും അസൂയയുടെയും തീപ്പൊരികൾ ആളിക്കത്തിച്ചു. അവർ തുറന്ന നിലയിൽ പ്രതിഷേധം നടത്തുന്നത് ഉചിതമല്ലെന്ന് കരുതി ബാഹ്യമായ നിലയിൽ ഇസ്ലാം സ്വീകരിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ദൃഢനിശ്ചയമെടുക്കുകയും അങ്ങനെ മുനാഫിക്കീങ്ങളുടെ കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വ്യക്തി അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂൽ ആയിരുന്നു. അയാൾ ഖസ്റജ് ഗോത്രത്തിലെ പേര് കേട്ട ഒരു വ്യക്തിയായിരുന്നു, പ്രമാണിയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നത് കാരണത്താൽ തനിക്കുണ്ടായിരുന്ന നേതൃസ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതം അയാളെ അലട്ടിയിരുന്നു. ആ വ്യക്തി ബദറിന് ശേഷം ബാഹ്യരൂപത്തിൽ മുസ്ലിമായി തീർന്നെങ്കിലും അയാളുടെ ഹൃദയത്തിൽ ഇസ്ലാമിനെതിരെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞിരുന്നു. കപടവിശ്വാസികളുടെ നേതാവായിക്കൊണ്ട് അയാൾ രഹസ്യമായ നിലയിൽ ഇസ്ലാമിനും തിരുദൂതർക്കുമെതിരിൽ കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി. തുടർന്ന് പറയുന്നു, കാഫിര്യങ്ങളും മുസ്ലിങ്ങളും ഒരുപോലെ ബദർ യുദ്ധത്തിന്റെ ശക്തവും ദൂരവ്യാപകവുമായ സ്വാധീന വലയത്തിൽ അകപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എത്രത്തോളം എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ യുദ്ധത്തിന് യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അതായത് ആ ദിവസം ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിൽ വ്യക്തമായ ഒരു തീരുമാനമുണ്ടായി. ബദർ യുദ്ധത്തിന് ശേഷം ഖുറൈശികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ യുദ്ധങ്ങൾ തീർച്ചയായും നടന്നിട്ടുണ്ട്. വളരെ ഘോരമായ യുദ്ധങ്ങൾ നടക്കുകയും മുസ്ലിങ്ങൾ അപായകരമായ പല അവസ്ഥകളും നേരിടുകയും ചെയ്തെങ്കിലും ബദർ യുദ്ധത്തിൽ കാഫിര്യങ്ങളുടെ നട്ടെല്ല് തന്നെ തകർന്നു പോയെന്ന് പറയാം. അതിനുശേഷം നടന്ന ഒരു യുദ്ധത്തിനും ആ ഒരു പരിക്കിനെ ശരിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ബദറിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നോക്കുമ്പോൾ അത് അത്ര വലിയ തോൽവി ആകുമായിരുന്നില്ല. ഖുറൈശിനെ പോലെയുള്ള ഒരു വലിയ സമൂഹത്തിൽ 70-72 സൈനികർ കൊല്ലപ്പെടുക എന്നത് ആ ഒരു സമൂഹത്തിന്റെ നാശമായി കാണാൻ കഴിയുകയില്ല. ഈ ഉഹദ് യുദ്ധത്തിൽ ഇതേ എണ്ണത്തിലാണ് മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടത്. എന്നാൽ മുസ്ലിങ്ങളുടെ ആ ആകെ എണ്ണം കുറവായിരുന്നിട്ടും ഈ നഷ്ടം മുസ്ലിങ്ങളുടെ ജൈത്രയാത്രയെ ഒന്ന് താൽക്കാലികമായും പോലും തടഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബദർ യുദ്ധത്തെ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം വിശുദ്ധ ഖുർആൻ തന്നെ വിവരിച്ചതാണ്. പറയുന്നു, യക്തദാബിറുൽ കാഫിരീൻ, സത്യത്തിൽ അന്നേ ദിവസം കാഫിര്യങ്ങളുടെ വേരുകൾ അറുക്കപ്പെട്ടിരുന്നു. ബദർ യുദ്ധത്തിന്റെ പ്രഹരം കാഫിര്യങ്ങളുടെ വേരുകളിലാണ് പതിച്ചത്. അങ്ങനെ അവർ 2 കഷ്ണമായി വീണു. ഈ പ്രഹരം വേരുകൾക്ക് പകരം ശാഖകളിലാണ് പതിച്ചിരുന്നതെങ്കിൽ അതുകൊണ്ട് എത്ര വലിയ പ്രഹരമാണെങ്കിലും വേരുകളിൽ പ്രഹരമേൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ മുന്നിൽ അതൊന്നും തന്നെ ആകുമായിരുന്നില്ല. എന്നാൽ വേരുകളിലേറ്റ പ്രഹരം പച്ചപ്പുള്ള ആ വൃക്ഷത്തെ ക്ഷണനേരം കൊണ്ട് വിറകിന്റെ കൂമ്പാരമാക്കി മാറ്റി. ഉണങ്ങുന്നതിന് മുമ്പ് മറ്റു വൃക്ഷങ്ങളുമായി സമ്പർക്കത്തിലായിരുന്ന ചില്ലകൾ മാത്രം രക്ഷപ്പെട്ടു. ബദറിന്റെ മൈതാനത്ത് ഖുറൈശികളുടെ നഷ്ടത്തിന്റെ അളവുകോൽ എത്ര പേർ മരിച്ചു എന്നതിലായിരുന്നില്ല, മറിച്ച് മരിച്ചവർ ആരൊക്കെയായിരുന്നു എന്നതിലായിരുന്നു. ഈ ഒരു ദൃഷ്ടികോണിൽ നാം ഖുറൈശികളിലെ കൊല്ലപ്പെട്ടവരെ നോക്കുമ്പോൾ ബദറിൽ ഖുറൈശികളുടെ വേരുകൾ അറക്കപ്പെട്ടിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും സന്ദേഹത്തിനും ഇടയുണ്ടായിരുന്നില്ല. കാരണം ഉത്ബ, ഷൈബ, ഉമയ്യ ബിൻ ഖൽഫ്, അബു ജഹൽ, ഉഖ്ബ ബിൻ അബി മഈദ്, നസർ ബിൻ ഹാരിസ് എന്നിവർ ഖുറൈശി സമൂഹത്തിന്റെ ജീവോച്ഛ്വാസമായിരുന്നു. ഖുറൈശിന്റെ ആ ഒരു ജീവൻ ബദറിന്റെ മൈതാനത്തെ എന്നേക്കുമായി പൊലിയുകയും ഖുറൈശ് ഒരു ജീവച്ഛവമായി മാറുകയും ചെയ്തു. ഈ നാശം കാരണം തന്നെയാണ് ബദർ യുദ്ധം യൗമുൽ ഫുർഖാൻ എന്ന് അറിയപ്പെടുന്നത്. സത്യാസത്യ വിഭജനത്തിന്റെ ദിവസം. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇതേക്കുറിച്ച് എഴുതുന്നു, പറയുന്നു, ഈ യുദ്ധത്തെ തന്നെയാണ് ഖുർആൻ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിനെ നാമാവശേഷമാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുറപ്പെട്ട അറേബ്യൻ പ്രമാണികൾ
സ്വയം തന്നെ നശിച്ചുപോയ യുദ്ധമായിരുന്നു അത്. ഇന്ന് അവരെ സ്മരിക്കുന്നവർ ആരും തന്നെ ബാക്കിയില്ല. ആരെങ്കിലും സ്മരിക്കുന്നുണ്ടെങ്കിൽ തന്നെ തങ്ങളെ അവരുമായി ബന്ധപ്പെടുത്തുന്നത് അഭിമാനത്തിന് പകരമായി അപമാനത്തിന് കാരണമായാണ് കരുതുന്നത്. അള്ളാഹു ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് മഹത്തായ വിജയം നൽകുകയുണ്ടായി. തുടർന്ന് ഹസരത്ത് മുസ്ലിം മൗദ് അൻഹു പറയുന്നു, ഇതിനുശേഷവും മുസ്ലിങ്ങൾക്ക് പല അതിക്രമങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. അവർക്ക് കാഫര്യങ്ങളുമായും പല യുദ്ധങ്ങളിലും ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ബദർ യുദ്ധം കാഫര്യങ്ങളുടെ ശക്തിയെ തീർത്തും തകർത്ത് കളഞ്ഞിരുന്നു എന്നതിലും സംശയമില്ല. മുസ്ലിങ്ങളുടെ മഹത്വം അവർക്ക് മേൽ വെളിപ്പെട്ട് ഇരിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ച ബദർ യുദ്ധത്തെക്കുറിച്ച് ബൈബിളിലും ഒരു പ്രവചനമുണ്ട്. യശയ്യ അധ്യായം 21:13 മുതൽ 17 വരെയുള്ള വചനങ്ങൾ ഈ പ്രകാരം വന്നിരിക്കുന്നു. അറേബ്യയെക്കുറിച്ചുള്ള ദൈവിക വെളിപാട്. അറേബ്യൻ മണലാരണ്യത്തിൽ നിങ്ങൾ രാത്രി കഴിച്ചു കൂടുന്നതായിരിക്കും. അല്ലയോ ദാവാനിയോ യാത്ര സംഘമേ, പാനജലവുമായി ദാഹിക്കുന്നതിന് സ്വാഗതം ചെയ്യാൻ വരൂ. അല്ലയോ സൈമ ഭൂനിവാസികൾ, റൊട്ടിയുമായി ഓടുന്നവരെ കാണാൻ പുറപ്പെടുക. കാരണം അവർ വാളുകളുടെ മുമ്പിൽ നിന്നും, ഊരി പിടിച്ച വാളിൽ നിന്നും, ഉന്നം പിടിച്ച വെള്ളിൽ നിന്നും, അതുപോലെ യുദ്ധത്തിന്റെ തീവ്രതയിൽ നിന്നും ഓടി വന്നവരാണ്. എന്തെന്നാൽ കർത്താവായ ദൈവം എന്നോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, 1 വർഷത്തോളം അതേ കൂലിപ്പണിക്കാരുടെ കൃത്യം 1 വർഷം കൊണ്ട് കേദാറിന്റെ എല്ലാ പ്രൗഢിയും ഇല്ലാതാകും. അതുപോലെ അമ്പെയ്ത്തുകാരിൽ നിന്നും അവശേഷിച്ചവർ, കേദാറിന്റെ ധൈര്യവാന്മാർ ക്ഷയിച്ചു പോകുന്നതായിരിക്കും. ഇസ്രായേൽക്കാരുടെ കർത്താവായ ദൈവം ഇപ്രകാരം അരുളിയിരിക്കുന്നു. അദ്ദേഹം പറയുന്ന യശയ്യാ നബിയുടെ ഈ വചനത്തിൽ ഒരു പ്രവചനമുണ്ട്. ഹിജ്റത്ത് കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടാണ് അറേബ്യയിൽ ഒരു യുദ്ധം അരങ്ങേറുന്നത്. അതിൽ കേദാറിന്റെ പ്രതാപമെല്ലാം മണ്ണിലലിയും. അവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിച്ചോടിയെന്ന ആരോപണ വിധേയരാക്കുന്നവരാണ്. അവർ തന്നെ തങ്ങളുടെ സൈന്യങ്ങളും യുദ്ധസന്നാഹങ്ങളും ഉണ്ടായിരിക്കെ തന്നെ പിന്തിരിഞ്ഞോടുന്നതാണ്. ആ സന്ദർഭത്തിൽ അവരുടെ കമാൻഡർമാരുടെയും ജനറൽമാരുടെയും മൃതദേഹങ്ങൾ യുദ്ധമൈതാനത്ത് ചിതറി കിടക്കുന്നുണ്ടാകും. അവസാനം മക്ക താഴ്വരം തങ്ങളുടെ ജനറൽമാരെ നഷ്ടപ്പെടുത്തി തങ്ങളുടെ മുൻ പ്രതാപത്തെ തീർത്തും വിനഷ്ടമാക്കിയിരിക്കും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഒരു 11-ാം രാവിനെ കുറിച്ചുള്ള വാർത്തയും ഉണ്ട്. ഇപ്രകാരം അതിൽ പ്രവചനമുണ്ട്, ഹിജ്റത്തിന് 1 വർഷം പിന്നിട്ടാൽ സത്യനിഷേധികളുടെ സർവശക്തിയും ക്ഷയിക്കുന്നതാണ്. അതുപോലെ മുസ്ലിങ്ങൾക്ക് വിജയത്തിന്റെയും ആധിപത്യത്തിന്റെയും പ്രഭാതം പൊട്ടിപ്പുലരുന്നതാണ്. അപ്രകാരം കൃത്യം 1 വർഷം കഴിഞ്ഞ് ബദർ യുദ്ധം നടന്നു. അതിൽ സത്യനിഷേധികളുടെ വലിയ മൂപ്പന്മാർ വധിക്കപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് അവർക്കെതിരെ വൻ വിജയവും ലഭിച്ചു. പറയുന്നു, നോക്കൂ, മദീനയിൽ വന്ന ശേഷം ആദ്യത്തെ റമദാൻ വരെ ഈ പ്രവചനത്തിന് 10 വർഷം തികഞ്ഞിരുന്നു. റമദാൻ മുതലാണ് 11-ാം വർഷത്തിന് തുടക്കം കുറിച്ചത്. അതിന് 1 വർഷം കഴിഞ്ഞ ശേഷം 2-ാം വർഷം റമദാൻ 17-ന് ബദർ യുദ്ധം അരങ്ങേറി. അതിൽ വലിയ വലിയ കാഫിര്യങ്ങൾ, സത്യനിഷേധികൾ വധിക്കപ്പെട്ടു. അവരുടെ അന്യായപൂർണമായ അതിക്രമങ്ങൾക്ക് അങ്ങനെ അറുതി വന്നു. മുസ്ലിങ്ങൾക്ക് മേൽ വന്ന ആ 11-ാം രാവ് കൃത്യം 1 വർഷം പിന്നിട്ടപ്പോൾ അകന്നുപോയി. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും സഹായ സഹകരണങ്ങളാലും വിജയപുലരി ദർശിക്കുകയുണ്ടായി. ബദർ സഹാബാക്കൾക്കുണ്ടായിരുന്ന ശ്രേഷ്ഠതയെക്കുറിച്ചും വിവരണങ്ങളുണ്ട്. ഹദരത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായിക്കൊണ്ട് ആരാഞ്ഞു, താങ്കൾ മുസ്ലിങ്ങളിൽ വെച്ച് ബദരീങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് നൽകുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രേഷ്ഠരായ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ എന്തോ നല്ല വാക്ക് പറഞ്ഞു. ജിബ്രീൽ പറഞ്ഞു, അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളും അതിശ്രേഷ്ഠർ തന്നെ. ഇനി ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്ന സംഭവം ഹദ്രത്ത് അലിയെ കുറിച്ച് വിവരിച്ചെടുത്ത് ഞാൻ പരാമർശിച്ചതാണ്. എങ്കിലും അതിന്റെ പ്രാധാന്യം ഇവിടെ മുൻനിർത്തി വിവരിക്കുകയാണ്. ഉബൈദുല്ലാ ബിൻ അബി റാഫി പറഞ്ഞു, ഞാൻ ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുന്നത് കേട്ടു. പറയുമായിരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും സുബൈറിനെയും മിഖ്ദാദ് ബിൻ അസ്വദിനെയും യാത്രയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക. നിങ്ങൾ റൗലെ ഖാഖിൽ എത്തുമ്പോൾ അവിടെ കുതിര സവാരി ചെയ്യുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. അവളുടെ പക്കൽ ഒരു കത്തുണ്ട്, അത് നിങ്ങൾ വാങ്ങി വരണം.
ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ കുതിരകളെ ശീഘ്രം ഓടിച്ച് റൗല ഖാഖിലെത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീ കുതിര സവാരി ചെയ്യുന്നതായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾ പറഞ്ഞു, കത്ത് പുറത്തെടുക്കുക. അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു കത്തുമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു, കത്ത് എടുത്ത് തരിക, അത് തരേണ്ടത് തന്നെ വരും, അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങൾ ഊരി ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടത് വരും. അത് കേട്ടതും അവൾ പെട്ടെന്ന് തൻ്റെ മുടിക്കെട്ടിൽ നിന്നും ഒരു കത്ത് പുറത്തെടുത്തു, എന്നിട്ട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ആ കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരാക്കി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഹാത്തിബ് ബിൻ അബി ബൽതായിയുടെ ഭാഗത്തു നിന്നും മക്കവാസികളുടെ പേരിൽ ഉള്ള കത്ത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതോ ഒരു നീക്കത്തെക്കുറിച്ച് ഒരു സൂചന നൽകുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹാത്തിബ്, ഇതെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ കാര്യത്തിൽ അങ്ങ് ധൃതിപ്പെടാതെ, ഞാൻ ഖുറൈശികളിൽ വന്നു ചേർന്നവനാണ്, കുടിയേറി പാർത്തവനാണ്, അവരിൽ പെട്ട ഒരാളല്ല. താങ്കളോടൊപ്പമുള്ള മറ്റു മുഹാജിരിങ്ങൾക്ക് മക്കയിൽ കുടുംബക്കാരുണ്ട്. അങ്ങനെ അവർ തങ്ങളുടെ വീടും കുടുംബവും സമ്പത്തും ആസ്തിയും എല്ലാം അവർ മുഖേന സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് ഞാനും മക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തേക്കാം. അങ്ങനെ കാരണം അവരുടെ ഇടയിൽ എൻ്റെ കുടുംബക്കാരാരുമില്ല. അങ്ങനെ അവർ ഈ ഉപകാരം മാനിച്ചുകൊണ്ട് എന്നെ വിലവെച്ചാലോ, ഞാൻ കുഫർ ചെയ്യാനോ മുർത്തദാകാനോ അല്ല ഇത് ചെയ്തത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കുഫർ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല, ആരും ഇഷ്ടപ്പെടുന്നതല്ല. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാണ് സത്യഹൃദയത്തോടെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കുഫർ ഇഷ്ടപ്പെടുക? ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പിലുള്ളവരോട് പറഞ്ഞു, നിങ്ങളോട് ഇദ്ദേഹം പറയുന്നത് വളരെ സത്യമാണ്. ഹദരത്ത് ഉമർ എന്നാൽ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, ഈ മുനാഫിക്കിന്റെ തല കൊയ്യാൻ എനിക്ക് അനുവാദം നൽകിയാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അള്ളാഹു ബദരീങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് താങ്കൾക്ക് എന്തറിയാം? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം മറച്ചു വച്ചിരിക്കുന്നു. അതായത് ഇനി വൻ പാപങ്ങളൊന്നും നിങ്ങളിൽ നിന്നും സംഭവിക്കുന്നതല്ല, നിങ്ങളുടെ പര്യവസാനം ശുഭകരവുമായിരിക്കും. കുഫറിന്റെ അവസ്ഥയിൽ ഈ കൂട്ടർ ഒരിക്കലും മരിക്കുന്നതല്ല. അതാണ് ഇതിനർത്ഥം. ഹദരത്ത് ഹാത്തിബിന്റെ വാക്കുകളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇസ്ലാം സ്വീകരിച്ച ശേഷം ആരാണ് കുഫർ ഇഷ്ടപ്പെടുന്നത്? തുടർന്ന് ഹദരത്ത് അബൂ ഹുറൈറയിൽ നിന്നും ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലപ്പോൾ അള്ളാഹു ബദറുകാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു കാണും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇനി കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അതായത് കുഫറിന്റെ അവസ്ഥ ഒഴിച്ച് പൊതുവെയുള്ള തെറ്റുകളും പാപങ്ങളും അള്ളാഹു ക്ഷമിക്കുന്നതാണ്. മറുവാക്കിൽ അള്ളാഹു ഇവിടെ ഉറപ്പ് നൽകിയിരിക്കുന്നത് അവർക്ക് ഇനി വീണ്ടും കുഫറിന്റെ അവസ്ഥയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകുകയില്ല എന്നാണ്. അവരുടെ പര്യവസാനം ശുഭകരമായിരിക്കുമെന്നാണ്. അതിൻ്റെ മറ്റൊരർത്ഥം ഇപ്രകാരമാണ്: ഇനി ചില തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്നും സംഭവിച്ചാലും അവ മനുഷ്യ സഹജമായി മാത്രമായിരിക്കും, അവ അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഹദരത്ത് ഹഫ്സ ഇപ്രകാരം വിവരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദറിലെയും ഹുദൈബിയയിലെയും യുദ്ധത്തിൽ പങ്കെടുത്ത ആരും തന്നെ ഇൻഷാ അല്ലാഹ് നരകാഗ്നിയിൽ പ്രവേശിക്കുന്നതല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരം അള്ളാഹു പറഞ്ഞിട്ടില്ലേ, വൈൻ മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അതായത് നിങ്ങൾ അതിക്രമകാരികളിൽ ആരും ഒന്നൊഴിയാതെ ഇതിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ ഈ വചനം കേട്ടിട്ടില്ലേ, സുമ്മ നുനജ്ജിൽ ലസീന ഇത്തഖൗ വനസറു ദ്വാലിമീന ഫിഹ ജിസിയ. തുടർന്ന് തഖ്വ കൈക്കൊള്ളുന്നവരെ നാം രക്ഷിക്കുന്നതായിരിക്കും, നാം അതിക്രമകാരികളെ അതിൽ മുട്ടുകുത്തി വീണ നിലയിൽ ഉപേക്ഷിക്കുന്നതുമാണ്. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും സഹാബാക്കൾക്ക് സ്റ്റൈപ്പൻഡ് നിശ്ചയിച്ചിരുന്നു. ആ സമയത്ത് ബദരി സഹാബാക്കളുടെ സ്റ്റൈപ്പൻഡ് പ്രത്യേക നിലയിൽ നിശ്ചയിച്ചിരുന്നു. മാത്രമല്ല ബദരി സഹാബാക്കൾ തന്നെയും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത കാരണത്താൽ അഭിമാനം കൊള്ളുമായിരുന്നു. മ്യൂർ സാഹിബ് ഇപ്രകാരം എഴുതുന്നുണ്ട്, ഇസ്ലാമിക സൊസൈറ്റിയിൽ ബദ്രി സഹാബാക്കൾ ശ്രേഷ്ഠരായ അംഗങ്ങളായിട്ടായിരുന്നു ഗണിക്കപ്പെട്ടിരുന്നത്.
സാദ് ബിൻ അബി വക്കാസ് 80-ാം വയസ്സിൽ വഫാത്ത് ആകുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ബദർ ദിവസം ധരിച്ച ആ നീളൻ കുപ്പായം എനിക്ക് കൊണ്ടുതരിക. അത് ഞാൻ ഇന്നത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ബദറിന്റെ സമയത്ത് നിറയൗവനമായിരുന്ന അതേ സാദ് തന്നെയായിരുന്നു ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കരങ്ങളാൽ പിന്നീട് ഇറാൻ ജയിക്കുവാനിടയായി. അദ്ദേഹം കൂഫയുടെ സ്ഥാപകനായി, ഇറാഖിന്റെ ഗവർണറായി. എന്നിട്ടും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ബഹുമാന ആദരങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ എല്ലാ ആദരവുകളും അഭിമാനങ്ങളും തുച്ഛമായിരുന്നു. ബദർ യുദ്ധ ദിവസം ധരിച്ച വസ്ത്രം അദ്ദേഹം മറ്റെല്ലാ വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായി കരുതിയിരുന്നു. അതേ വസ്ത്രത്തിൽ പൊതിഞ്ഞ് തന്നെ ഖബറിൽ അടക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം. ബദ്രി സഹാബാക്കളുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ വരുന്ന മഹദിയുടെ ഒരു ലക്ഷണം ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ഗ്രന്ഥമുണ്ടാകും. അതിൽ ബദ്രി സഹാബാക്കളുടെ എണ്ണത്തിന് തുല്യം 313 സഹാബാക്കളുടെ പേരുണ്ടാകും. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, സ്വഹീഹായ ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, വാഗ്ദത്ത മഹദിയുടെ അടുത്ത് ഒരു ഗോപ്യമായ ഗ്രന്ഥമുണ്ടാകും. അതിൽ അദ്ദേഹത്തിന്റെ 313 സഹാബാക്കളുടെ പേര് രേഖപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ആ പ്രവചനം ഇന്ന് പൂർത്തിയായിരിക്കുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നത് അത്യാവശ്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, മുമ്പ് ഈ ദൈവകാരുണ്യം അർഹിക്കുന്ന ഉമ്മത്തെ മർഹൂമ ഉമ്മത്തിൽ മെഹദിവാദം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയും ജനിച്ചിട്ടില്ല. അങ്ങനെ ഒരാളുടെ സമയത്തും അച്ചടിശാലകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളുടെ കയ്യിലും 313 പേരുകൾ എഴുതിയ പുസ്തകവും ഉണ്ടായിട്ടില്ല. ഈ പ്രവൃത്തി മനുഷ്യൻ്റെതായിരുന്നെങ്കിൽ ഒരുപാട് വ്യാജന്മാർ ഇതിനു മുമ്പ് തങ്ങളിലൂടെയാണ് ഈ പ്രവചനം പുലർന്നതെന്ന് വാദിച്ചേനെ. എന്നാൽ വാസ്തവത്തിൽ ഒരു വ്യാജനും പ്രയോജനമെടുക്കാൻ പറ്റാത്തവണ്ണം നിബന്ധനകൾ അനിതര സാധാരണമായ നിലയിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നതാണ്. സത്യവാന്മാർക്ക് നൽകപ്പെടുന്ന സാധാരണ സാമഗ്രികളും ഉപാധികളും ഒരു വ്യാജന് ഒരിക്കലും നൽകപ്പെടുന്നതുമല്ല. തുടർന്ന് പറഞ്ഞു, ഷെയ്ഖ് അലി ഹംസ ബിൻ അലി മുൽഖത്തൂസി 94 ഹിജ്രിയിൽ രചിച്ച തന്റെ ഗ്രന്ഥമായ ജവാഹിറുൽ ഇസ്രാറിൽ വാഗ്ദത്ത മഹദിയെ കുറിച്ച് ഇനി പറയുന്ന ഉദ്ധരണി എഴുതിയിരിക്കുന്നു. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: മഹദി കദ്വ എന്ന പേരുള്ള ഗ്രാമത്തിൽ നിന്നും വരുന്നതായിരിക്കും. സത്യത്തിൽ ഈ പേര് ഖാദിയാന്റെ തന്നെ മറ്റൊരു വകഭേദമാണ്. തുടർന്ന് പറഞ്ഞു, അള്ളാഹു ആ മഹദിയെ സത്യസാക്ഷ്യപ്പെടുത്തുകയും ദൂരദിക്കുകളിൽ നിന്ന് അവന് വേണ്ടി സുഹൃത്തുക്കളെ ഒരുമിച്ച് കൂട്ടുകയും അവർ ബദറുകാരുടെ എണ്ണത്തിന് തുല്യമായിരിക്കുകയും ചെയ്യും. അതായത് 313 പേരുണ്ടാകും. അവരുടെ പേരും നാടും സ്വഭാവവും ഒക്കെ ഒരു ഗോപ്യമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണല്ലോ, ഇതിനു മുമ്പ് ആരും തന്നെ വാഗ്ദത്ത മഹദിയായി വാദിച്ചുകൊണ്ട് തന്റെ സുഹൃത്തുക്കളുടെ പേരുകൾ എഴുതിയ ഗോപ്യമായ ഗ്രന്ഥം കൈവശം വെക്കുകയുണ്ടായിട്ടില്ല. അതിൽ അവരുടെ സുഹൃത്തുക്കളുടെ പേരും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും ഞാൻ ആയിന കമാലത്ത് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ 313 വ്യക്തികളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമതും ന്യായപൂർത്തീകരണത്തിനായി 313 പേരുകൾ ഞാൻ രേഖപ്പെടുത്തുന്നതാണ്. അദ്ദേഹം തന്റെ ഗ്രന്ഥമായ അഞ്ചാമെ ആഥിമിന്റെ അനുബന്ധത്തിലാണ് ഇപ്രകാരം പറയുന്നത്: എനിക്ക് വേണ്ടി ഈ പ്രവചനം പുലർന്നിരിക്കുന്നു എന്ന് എല്ലാ നീതിമാന്മാരും മനസ്സിലാക്കിക്കൊള്ളുക. ഹദീസിന്റെ വിവക്ഷ പ്രകാരം ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ എല്ലാ സഹാബാക്കളും സത്യപ്രകൃതരും പരിശുദ്ധ പ്രകൃതരുമാണ്. അവരിൽ ചിലർ തങ്ങളുടെ പദവികൾ അനുസരിച്ച് ദൈവാനുരാഗത്തിലും ലൗകിക വിരക്തിയിലും ദീനീ സേവന നിരതയിലും മറ്റു ചിലരെ മുൻകടക്കുകയുണ്ടായി. അക്കാര്യം അള്ളാഹുവിനാണ് നന്നായി അറിയാര എങ്ങനെയാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രതിപാദിക്കപ്പെട്ട പ്രവചനത്തിന് ഈ 313 പേരിൽ പുലർന്നതായി ആ പ്രവചനത്തെ കാണാം. പ്രവചനത്തിൽ ഖദ്അ എന്ന പേരുണ്ട്. അത് ഖാദിയാനാണെന്ന് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഈ ഹദീസിലെ പ്രതിപാദ്യ വിഷയം വാഗ്ദത്ത മഹദി ഖാദിയാനിൽ ജനിക്കുമെന്നും അവന്റെ പക്കൽ ഒരു ഗോപ്യമായ ഗ്രന്ഥമുണ്ടാകുമെന്നും അതിൽ 313 അവന്റെ സുഹൃത്തുക്കളുടെ പേരുണ്ടാകുമെന്നും എന്നാണ്. അതുകൊണ്ട് ഇന്നേക്ക് 1000 വർഷം മുമ്പ് ലോകത്ത് പ്രസിദ്ധീകൃതമായ ഗ്രന്ഥങ്ങളിൽ, നിവേദന ഗ്രന്ഥങ്ങളിൽ എൻ്റെ ഗ്രാമമായ ഖാദിയാന്റെ പേര് എനിക്ക് എഴുതി ചേർക്കാൻ സാധിക്കില്ല എന്ന് ആർക്കും മനസ്സിലാകാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരു അച്ചടി യന്ത്രവും ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ഉപകരണങ്ങളോ പാർട്സോ ഉണ്ടാക്കിയിട്ടില്ല. ഇക്കാലത്ത് ഈ ഒരു ഉദ്ദേശത്തിനായി ഞാൻ അത് കണ്ടുപിടിച്ചതാണെന്ന് ആർക്കും ഒരിക്കലും കരുതാനുമാകില്ല. പ്രസ്സിന്റെ കണ്ടുപിടുത്തം ഞാനല്ലല്ലോ നടത്തിയത്. 313 ആത്മാർത്ഥ സുഹൃത്തുക്കളെ
ഉണ്ടാക്കാനും എൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, മറിച്ച് ഈ എല്ലാ മാർഗോപാധികളും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അത് അവൻ തൻ്റെ റസൂലിൻ്റെ പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമും തമ്മിലുള്ള സാദൃശ്യം ബദർ യുദ്ധത്തിൻ്റെ വിവരണത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറയുന്നു: ബനി ഇസ്രായേലരെ പോലെ അള്ളാഹുവിൻ്റെ സത്യദാസർ വിശുദ്ധ മക്കയിൽ 13 വർഷക്കാലം കാഫിരീങ്ങളുടെ കരങ്ങളാൽ, സത്യനിഷേധികളുടെ കരങ്ങളാൽ വൻ ദുരിതം അനുഭവിച്ചു. ഫിറോൻ ബനു ഇസ്രായേലർക്ക് നൽകിയ പ്രയാസത്തേക്കാൾ എത്രയോ കഠിനകരമായിരുന്നു ആ പ്രയാസം. അവസാനം ആ മഹാനവർകൾ ദൈവത്തിൻ്റെ പുണ്യദാസരോടൊത്ത് ദൈവസൂചന പ്രകാരം മക്കയിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ബനു ഇസ്രായേലർ ഈജിപ്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതിന് സമാനമായിരുന്നു അത്. തുടർന്ന് മക്കക്കാർ അവരെ വധിക്കാനായി പിന്തുടർന്നു പോയി. ഫിർഔന്റെ ഭാഗത്തു നിന്നും ബനി ഇസ്രായേലെ വധിക്കാനായി നടന്ന പിന്തുടർച്ചയ്ക്ക് തുല്യമായിരുന്നു അത്. അവസാനം ആ പിന്തുടർച്ചയുടെ പര്യവസാനം എന്ന നിലയിൽ അവർ ബദർ മൈതാനത്ത് വെച്ച് നശിക്കപ്പെട്ടു. ഫിറൗനും സൗനിയും നൈൽ നദിയിൽ നശിക്കപ്പെട്ടതിന് സമാനമായിരുന്നു അത്. ഈ രഹസ്യം വെളിപ്പെടുത്തുന്നതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ മൃതദേഹം ബദറിലെ മറ്റ് ശവങ്ങൾക്കിടയിൽ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞത്: ഇത് ഈ സമുദായത്തിലെ ഫിറൗനാണ്. ആയതിനാൽ ഏതുപോലെ ഫിറൗനും സൈന്യവും നൈൽ നദിയിൽ നശിപ്പിക്കപ്പെട്ടുമെന്നത് പ്രത്യക്ഷവും അനുഭവസ്ഥവുമായ കാര്യമാണ്. അതായത് കാണാനും അനുഭവിക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണോ അത് സംഭവിച്ച കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായത്തിന് വകയില്ലയോ? അതുപോലെ തന്നെ അബൂജഹലും സൈന്യവും മുസ്ലിങ്ങളെ പിന്തുടർന്നപ്പോൾ ബദർ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്നത് പ്രത്യക്ഷവും അനുഭവസ്ഥവുമായിരുന്നു. അത് നിഷേധിക്കുന്നത് മഹാവിഡ്ഢിത്തവും ഉന്മാദാവസ്ഥയുമാണ്, ഭ്രാന്തവുമാണ്. നമ്മുടെ യജമാന പ്രഭു ഇസ്രായേലിയരെ, അതായത് ദേവദാസരെ മക്കക്കാരിൽ നിന്നും അവരുടെ അതിക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയപ്പോൾ ബദർ സംഭവ ശേഷം ബനു ഇസ്രായേലർ ഈജിപ്തിലെ നദിക്കരയിൽ പാടിയ പോലെ ബദർ മൈതാനത്ത് വെച്ച് അവർ പാട്ട് പാടുകയുണ്ടായി. ആ അറബി ഗാനം ഇപ്പോഴും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു: തൗറാത്തിലെ നിയമാവർത്തന പുസ്തകത്തിൽ പരാമർശമുള്ള പ്രതിപുരുഷനാണ് ദൈവസഹായം ലഭിക്കുന്ന നബിയായി വരിക. അദ്ദേഹം തൻ്റെ ജമാഅത്തോടൊപ്പം 13 വർഷം തുടർച്ചയായ പ്രയാസങ്ങൾ അനുഭവിച്ച് എല്ലാതരം ദുരിതങ്ങളും നേരിട്ട ശേഷം അവസാനം തൻ്റെ ജമാഅത്തിനൊപ്പം ഓടിപ്പോയി. അവരെ ശത്രുക്കൾ വിടാതെ പിന്തുടർന്നു. അവസാനം ബദർ യുദ്ധത്തിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കാര്യം തീരുമാനമായി. അബൂജഹലും സൈന്യവും വാൾ പ്രയോഗത്താൽ വെട്ടിവീഴ്ത്തപ്പെട്ടു. വാളിന്റെ പ്രവാഹത്താലാണ് വെട്ടിവീഴ്ത്തപ്പെട്ടത്. അത് നൈൽ നദിയുടെ പ്രവാഹത്താൽ ഫിറഔന്റെയും സൈന്യത്തിന്റെയും കഥ കഴിഞ്ഞതിന് സമാനമായിരുന്നു. നോക്കൂ, എത്ര വ്യക്തമായും പ്രത്യക്ഷമായും അനുഭവസ്ഥവുമായാണ് ഈ രണ്ട് സംഭവങ്ങളും ഈജിപ്തിലും മക്കയിലും നൈൽ നദിയിലും ബദർ മൈതാനത്തിലും വെച്ച് നടന്നതും പരസ്പരം സാദൃശ്യമായി നിലകൊള്ളുന്നതും. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: വലക്കത് നസ്റക്കുമുല്ലാഹു ബി ബദറിൻ വഅൻതും അസില്ല. ബദർ യുദ്ധത്തിൽ നിങ്ങൾ നിന്ദ്യരായിരിക്കെ അള്ളാഹു നിശ്ചയമായി നിങ്ങളെ സഹായിക്കേണ്ടേ. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം തൻ്റെ ഗ്രന്ഥമായ ഖുത്ബ ഇൽഹാമിയയിൽ ബദറും അതുപോലെ 14-ാം നൂറ്റാണ്ടും തമ്മിലുള്ള ഒരു വളരെ ഗഹനമായ സാദൃശ്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു. അതിൻ്റെ ഉറുദു തർജ്ജമയിൽ നിന്നും ആണ് ഇപ്പോൾ ഇവിടെ ഉദ്ധരണി കേൾപ്പിക്കുന്നത്. 400 എന്ന കാലഗണന ഖാത്തമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റത്തിന് ശേഷമുള്ളതാണ്. അപ്രകാരം കിതാബുൽ മുബീനിൽ, അതായത് സ്പഷ്ട ഗ്രന്ഥമായ ഖുറാനിൽ വാഗ്ദാനം ചെയ്ത പ്രകാരം ദീനിന് വിജയം ലഭിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു അത്. അതായത് അള്ളാഹു പറഞ്ഞു: ലഖദ് നസ്റക്കുമുല്ലാഹു ബി ബദ്രിൻ വഅൻതും അസില്ല. അതിനാൽ കാഴ്ചയുള്ളവരെ പോലെ ഈ ആയത്തിൽ കണ്ണോടിക്കുവിൻ. കാരണം ഈ ആയത്ത് നിശ്ചയമായും 2 ബദറിനെയാണ് കുറിക്കുന്നത്. ആദ്യത്തേത് മുമ്പുള്ളവരുടെ സഹായത്തിനായി കഴിഞ്ഞു കടന്ന ബദറാണ്. രണ്ടാമത്തേത് പിൽക്കാലത്തുള്ളവർക്ക് ദൃഷ്ടാന്തമെന്ന വണ്ണം നിസ്സംശയം വരുംകാലത്തേക്കുമുള്ള ഒരു സൂക്ഷ്മമായ സൂചനയുമായി നിലയുള്ള ഒരു ബദറാണ്.
അതാണ് ഈ ആയത്ത് നൽകുന്നത്. അത് കാലഗണന പ്രകാരം ബദർ 14 രാവിന് സദൃശമാകും. ആ 400 വർഷം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാകുക. ദൈവസമക്ഷം അതാണ് ആലങ്കാരിക രൂപത്തിൽ ബദർ രാവ്. ഇതെല്ലാമായിട്ടും നാം ഒരു കാര്യം അംഗീകരിക്കുന്നു, ഈ ആയത്തിന് അനേക അർത്ഥങ്ങളും ഉണ്ടാകാം. അത് മുൻകാലവുമായി ബന്ധമുള്ളതായിരിക്കും. രണ്ടാമത്തെ ബദർ പിൽക്കാലവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അപമാനം പേറേണ്ടി വരും. ഇക്കാലത്ത് കാണാനാകുന്നതും ആ സംഗതി തന്നെയാണ്. ഇസ്ലാം ഹിലാൽ, അതായത് പിറവി ചന്ദ്രനെ പോലെയാണ് തുടക്കം കുറിച്ചത്. ദൈവകൽപ്പനയാൽ പരിണാമ സ്വരൂപം അവസാന കാലത്ത് ബദർ, അതായത് പൂർണ്ണചന്ദ്രൻ ആയി അത് മാറുമെന്നത് വിധിവിദിതമായിരുന്നു. ഇസ്ലാം ഈ നൂറ്റാണ്ടിൽ ബദറിന്റെ രൂപം കൈവരിക്കണമെന്ന് കാലഗണന പ്രകാരം ബദറിന് 14 രാവിന് അത് സമാനമാകണമെന്നും ദൈവത്തിന്റെ അഭീഷ്ടം വിധിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ വലക്കത്ത് നസറക്കുമുല്ലാഹു ബി ബദറിൻ എന്ന ആയത്തിൽ ഈ ഒരു വിവക്ഷയാണ് ഉള്ളത്, അതിനുള്ള സൂചനയാണുള്ളത്. ആയതിനാൽ ഇക്കാര്യത്തിൽ സൂക്ഷ്മദൃഷ്ടിയ വിചിന്തനം ചെയ്യുവിൻ, അലംഭാവ മനസ്ഥിതി നിങ്ങൾ കൈവിടിയുവിൻ. നിശ്ചയമായും ഇവിടെ ഈ ലഖദ് നസറക്കും എന്ന പദം ഇവിടെ മറ്റൊരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ യൻസുറുക്കും എന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അക്കാര്യം ആരിഫീങ്ങൾക്ക്, ആത്മജ്ഞാനികൾക്ക് സ്പഷ്ടമാണ്. ചുരുക്കത്തിൽ അള്ളാഹു ഇസ്ലാമിന് 2 അവമതികൾക്ക്, അപമാനങ്ങൾക്ക് ശേഷം 2 ബഹുമതികൾ വെച്ചിട്ടുണ്ട്. യഹൂദർക്ക് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. അവർക്ക് ശിക്ഷ എന്നോണം 2 ബഹുമതികൾക്ക് ശേഷം 2 അവമതികളായിരുന്നു വച്ചിരുന്നത്. ബനി ഇസ്രായേൽ അധ്യായത്തിൽ ഈ അതിക്രമകാരികളുടെയും ധിക്കാരികളുടെയും കഥ നിങ്ങൾ വായിച്ചതല്ലേ? മക്കയിൽ വെച്ച് മുസ്ലിങ്ങൾക്ക് ആദ്യ അപമാനം ലഭിച്ചപ്പോൾ അള്ളാഹു അവരോട് തന്റെ വാക്കുകളാൽ ഇപ്രകാരം വാഗ്ദാനം ചെയ്തു: ഊസിന ലില്ലസീന യുഖാത്തലൂന ബിഅന്നഹും സുലിമു വഇന്നല്ലാഹു അലാ നസ്രിഹിം ലഖദീർ. അലാ നസ്രിഹിം എന്ന വാക്കിലൂടെ സൂചന നൽകിയിരിക്കുന്നത് വിശ്വാസികളുടെ കാര്യങ്ങളാൽ സത്യനിഷേധികൾക്ക് ശിക്ഷ ഇറങ്ങുമെന്നാണ്. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം ബദർ ദിവസം പ്രകടമാകുകയുണ്ടായി. മുസ്ലിങ്ങളുടെ തിളക്കമാർന്ന വാളുകളാൽ കാഫിര്യങ്ങൾ വധിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഈ 14 നൂറ്റാണ്ടിലും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതേക്കുറിച്ച് അള്ളാഹു പറയുന്നു, വലഖദ് നസ്റകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അസില്ല. ഈ ആയത്തിലും യഥാർത്ഥത്തിൽ ഒരു പ്രവചനം ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് 14 നൂറ്റാണ്ടിൽ ഇസ്ലാം ദുർബലവും ക്ഷയോന്മുഖവുമാകുമ്പോൾ അള്ളാഹു തന്റെ സംരക്ഷണ വാഗ്ദാനം അനുസരിച്ച് അതിനെ സഹായിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, സഹാബാക്കൾക്ക് ബദറിൽ ദൈവസഹായം ലഭിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ന്യൂനപക്ഷമായപ്പോഴാണ് ഈ സഹായം ലഭിച്ചത്. ആ ബദറിൽ കുഫറിന് അന്ത്യം സംഭവിച്ചു. ബദറിലെ അത്തരം മഹത്തരമായ ദൃഷ്ടാന്ത പ്രകടനത്തിൽ ഭാവിയിലേക്കുള്ള ഒരു സുവാർത്തയുമുണ്ട്. ബദർ എന്നത് 14 രാവിനെ ചന്ദ്രനെയും കൂടി പറയുന്നുണ്ട്. ഇവിടെ 14 നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ സഹായം വെളിപ്പെടുമെന്ന സൂചനയുണ്ട്. ഈ 14 നൂറ്റാണ്ടിനെ കുറിച്ച് സ്ത്രീകൾ പോലും വാദോരാതെ പറയുന്നത് 14 നൂറ്റാണ്ട് അനുഗ്രഹപൂർണമായിരിക്കും എന്നാണ്. ദൈവവചനങ്ങൾ സാക്ഷാത്കൃതമായി 14 നൂറ്റാണ്ടിൽ ദൈവനിശ്ചയപ്രകാരം അഹമ്മദ് എന്ന അഭിധാനത്തിന്റെ പേരിന്റെ പ്രകടനമുണ്ടായി. അത് ഞാനാകുന്നു. അദ്ദേഹം തന്നെ കുറിച്ചാണ് ഇപ്രകാരം പറയുന്നത്: ഇസ്മുഹു അഹമ്മദ്. അഹമ്മദ് എന്ന നാമം വെളിപ്പെട്ടു, അത് ഞാനാകുന്നു. അതേക്കുറിച്ച് ഈ ബദർ സംഭവത്തിൽ പ്രവചനമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സലാം എത്തിക്കാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അഹോ കഷ്ടം, ആ ദിവസം വന്നപ്പോൾ 14 രാവിലെ ചന്ദ്രൻ വെളിപ്പെട്ടപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കച്ചവടക്കാരനെന്നും സ്വാർത്ഥനെന്നും പറഞ്ഞു. കണ്ടിട്ടും കാണാത്തവരുടെ കാര്യം അഹോ കഷ്ടം. സമയം ലഭിച്ചിട്ടും അതിനെ തിരിച്ചറിയാത്തവർക്ക് കഷ്ടം. 14 നൂറ്റാണ്ടിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് മിമ്പറുകളിൽ പ്രസംഗ പീഠങ്ങളിൽ കയറി വിലപിച്ചവർ മൃതിയടഞ്ഞിരിക്കുന്നു. പ്രസംഗ പീഠങ്ങളിൽ കയറി ഇപ്പോൾ വന്നവൻ കള്ളവാദിയാണെന്ന് പറയുന്നവർ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇവർക്കിതെന്തു പറ്റി? ഇവർക്ക് എന്തുകൊണ്ട് കാണാനാകുന്നില്ല? എന്തുകൊണ്ട് മനസ്സിലാക്കാനാകുന്നില്ല? ഈ സമയത്തും അള്ളാഹു ബദറിൽ തന്നെയായിരുന്നു സഹായിച്ചത്. ആ സഹായം അതില്ല നിന്ദർക്കുള്ള സഹായമായിരുന്നു. ആ സമയത്ത് 313 പേർ മാത്രമായിരുന്നു യുദ്ധത്തിനിറങ്ങിയത്. അവർക്ക് ഒട്ടാകെ 2-3 വടിവാളാണ് ഉണ്ടായിരുന്നത്.
ആ 313 മിക്കരും ചെറുപ്രായക്കാരായിരുന്നു. അതിലും വലിയ ദൗർബല്യാവസ്ഥ എന്തുണ്ടാകാനായിരുന്നു? മറുപക്ഷത്ത് ഒരു ശക്തമായ സംഘമായിരുന്നു നിലകൊണ്ടിരുന്നത്. അവരെല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും യുദ്ധ നിപുണരും വലിയ യുവാക്കളുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ബാഹ്യ സാധന സാമഗ്രികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാഗത്തു നിന്നും ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുമ്മ അഹ്ലക്ത ഹാദിൽ ഇസാബത്ത ലൻ തുഅബദു ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഇന്ന് നീ ഈ ജമാഅത്തിനെ നശിക്കാൻ വിട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുന്നതിന് ആരും ഉണ്ടാകുകയില്ല. കേൾക്കൂ, ഞാനും അപ്രകാരം പറയുകയാണ്. ഇന്ന് ഇതും ആ ബദർ സംഭവത്തിന്റെ സാഹചര്യമാണ് ഉള്ളത്. അള്ളാഹു അപ്രകാരം തന്നെ ഒരു ജമാഅത്ത് തയ്യാറാക്കുകയാണ്. ആ ബദർ, അതില്ല എന്നീ വചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹം പറയുന്നു, 14 എന്ന അക്കത്തിന് വൻ സാദൃശ്യമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ 14 രാവിൽ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി മാറും. അതിലേക്കാണ് വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അസില്ല എന്ന ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കുമേൽ വിജയം നേടിയതാണ് ഒരു ബദർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജമാഅത്ത് ന്യൂനപക്ഷമായിരുന്നു. ഒരു ബദർ എന്നത് ഇപ്പോഴുള്ളതാണ്, അതായത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമാണ്. ബദർ യുദ്ധ കഥ മറക്കരുത്. ജംഗ് ബദർ കി കിസ്സേക്കോ മത്ബൂലോ എന്ന ഇൽഹാമിനെ കുറിച്ച് ഹദരത്ത് ഖാസി അബ്ദുറഹീം സാബ് എഴുതുന്നു. 1904 ഫെബ്രുവരി 7 ഡയറി കുറിപ്പിലാണ് അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ഇന്ന് രാത്രി ഹദരത്ത് സാഹിബ് ഒരു സ്വപ്നത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരിച്ചു. ആരോ പറയുകയാണ്, ബദർ യുദ്ധ കഥ മറക്കരുത്. അള്ളാഹു നമുക്കും സവിശേഷമായ നിലയിൽ ബദറിന്റെ പ്രാധാന്യം ഗ്രഹിക്കാൻ തൗഫീഖാകട്ടെ. ആമീൻ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസന്റെ വരവിനെ മനസ്സിലാക്കുന്നവരാകട്ടെ. അള്ളാഹു മുസ്ലിം സമുദായത്തിന് ബദർ സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ വന്ന വാഗ്ദത്ത മസീഹിനെ അവർക്ക് മനസ്സിലാക്കുമാറാകട്ടെ. അപ്രകാരം ഈ മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള അർഹത ലഭിക്കട്ടെ. ഇനി ഞാൻ ജൽസ സാലാനയെ കുറിച്ച് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് താല അടുത്ത ജുമാ മുതൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് UK ജൽസ സാലാന ആരംഭിക്കുന്നതാണ്. ഈ വർഷം ഇൻഷാ അല്ലാഹ് താല ഏതാണ്ട് 3-4 വർഷങ്ങൾക്കു ശേഷം അന്യരാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ അതിഥികൾ വരുന്നുണ്ട്. മറിച്ച് അതിഥികളുടെ വരവ് തുടങ്ങി എന്ന് പറയാം. അള്ളാഹു അവർക്കെല്ലാവർക്കും, യാത്ര ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും എളുപ്പം സൃഷ്ടിക്കുമാറാകട്ടെ. അവർ സുരക്ഷിതരായി ഇവിടെ എത്തുമാറാകട്ടെ. ജൽസയുടെ ഉദ്ദേശത്തിൽ നിന്നും അവർക്ക് യഥാവിധം ഫലമെടുക്കാനാകട്ടെ. അതുപോലെ UK നിവാസികളായ അഹമ്മദികളും ആത്മാർത്ഥതയുടെയും ആവേശത്തോടെയും കൂടി ജൽസയിൽ പങ്കെടുക്കട്ടെ. ഈ ഒരു കാര്യം മാത്രം അവരുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ ജൽസയുടെ ദിവസങ്ങളിലുള്ള ആത്മീയ ഭക്ഷണ തളികയിൽ നിന്നും ഫലമെടുക്കേണ്ടവരാണ്. അതുപോലെ ജൽസയുടെ വിവിധ ഡ്യൂട്ടികളെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ പ്രവർത്തകരും ജൽസയിൽ പങ്കെടുക്കുന്നവരെ എല്ലാം ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അതിഥികളാണെന്ന് മനസ്സിലാക്കി വേണം സേവിക്കേണ്ടത്. ഇത്തവണ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അക്കാരണത്താൽ തന്നെ ചിലയിടങ്ങളിൽ സംഘാടക തലത്തിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടെന്നും വരാം. എന്നാലും എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. മാഷാ അല്ലാഹ് UK ജമാഅത്തിലെ സംഘാടകർ ഇതിനകം നല്ല പരിചയ സമ്പത്ത് നേടിയിട്ടുണ്ട്. മിക്ക പ്രശ്നങ്ങളും അവർ മുൻകൂട്ടി പരിഹരിച്ചിട്ടുമുണ്ടാകും. ഇനി എന്തെങ്കിലും കുറവുണ്ടായാൽ തന്നെ വളരെ നിസ്സാരമായതായിരിക്കും ഉണ്ടാകുക. ഇനി വല്ല പ്രശ്നമുണ്ടായാലും ഇവർ വളരെ നല്ല നിലയിൽ അത് പരിഹരിക്കുമെന്ന് ഉറപ്പാണ്. അതിഥികൾക്ക് അള്ളാഹു ഒരു തരത്തിലുള്ള പ്രയാസവും ഉളവാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കട്ടെ. അതിന് അള്ളാഹു സഹായിക്കട്ടെ. ഇസ്ലാം അതിഥി സൽക്കാരം, അതിഥികളെ ബഹുമാനിക്കാൻ ഉപദേശിക്കുന്നുണ്ട്. മാത്രമല്ല ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ക്ഷണം സ്വീകരിച്ച് ദീനീ ഉദ്ദേശത്താൽ വരുന്ന അതിഥികളെ എല്ലാ ഡ്യൂട്ടിക്കാരും ആതിഥേയരും പ്രത്യേകമായി ബഹുമാനിക്കുകയും സേവിക്കുകയും വേണം. വെറും ത്യാഗമനോഭാവത്തോടും ദൈവപ്രീതി കാംക്ഷിച്ചും വേണം സേവിക്കുന്നത്. അതിഥികൾക്ക് ആതിഥ്യമരുളുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി സേവനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെക്കുറിച്ചും ഒരവസരത്തിൽ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറയുകയുണ്ടായി, നമുക്ക് പറഞ്ഞു തരികയുണ്ടായി:
അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ തങ്ങളുടെ അതിഥികളെ ബഹുമാനിക്കട്ടെ. ജൽസാ ദിനങ്ങളിൽ വിവിധ ദേശക്കാരും വ്യത്യസ്ത പ്രകൃതമുള്ളവരും വരാറുണ്ട്. എങ്ങനെയാണ് അവരുടെ പ്രകൃതമനുസരിച്ച് അവരെ ശ്രദ്ധിക്കാനാകുക എന്ന കാര്യത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അതിഥികൾ തങ്ങളുടെ പ്രകൃതം കാരണത്താൽ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ, അവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടാൽ ഡ്യൂട്ടിക്കാർക്കും സേവനം ചെയ്യുന്നവർക്കും ക്ഷമ കൈവിടാറുണ്ട്. എന്നാൽ നമ്മോട് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചത് നിങ്ങൾ ഏത് സാഹചര്യത്തിലും അതിഥികളെ ബഹുമാനിക്കണമെന്നാണ്. കാരണം അത് മുഖേനയും നിങ്ങളുടെ ഈമാന്റെ നിലവാരം പരിശോധിക്കപ്പെടുന്നതാണ്. ആയതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്യൂട്ടിക്കാർ പലപ്പോഴും സൽപെരുമാറ്റം കാഴ്ചവെക്കണം. എപ്പോഴും സൽപെരുമാറ്റം കാഴ്ചവെക്കണം. എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി നിലനിർത്തണം. കാരണം സേവനത്തിന് വേണ്ടി മുന്നോട്ട് വന്നത് അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതിഥികളെ സേവിക്കാനായി സ്വയം സന്നദ്ധരായി വന്നിട്ടുള്ളവരാണ്. ആയതിനാൽ അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലവാരത്തിൽ നാം എത്തേണ്ടതുണ്ട്. സൽപെരുമാറ്റം കാഴ്ചവെക്കാനായി ഏതു നിലവാരമാണ് നാം സ്വായത്തമാക്കേണ്ടത് എന്ന് ഇസ്ലാം നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ സ്വന്തം സഹോദരനോട് പുഞ്ചിരി തൂകുന്നത് ഒരു സദക്കയാണ്, ധർമ്മിഷ്ഠമാണ്, ദാനധർമ്മമാണ്. സൽക്കാര്യം ഉപദേശിക്കുന്നതും തിന്മയെ വിലക്കുന്നതും ഒരു സദക്കയാണ്. വഴി തെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നതും അന്ധന് വഴി നടത്തുന്നതും നിന്റെ ഭാഗത്തു നിന്നുമുള്ള സദക്കയാണ്. കല്ല്, മുള്ള്, എല്ലുകൾ എന്നിവ വഴിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതും ഒരു സദക്കയാണ്. അതായത് എല്ലാ വൃത്തികേടുകളും നീക്കം ചെയ്യുന്നത്. നിങ്ങളുടെ കുടത്തിൽ നിന്നും നിങ്ങളുടെ സഹോദരന്റെ കുടത്തിലേക്ക് എന്തെങ്കിലും പങ്കുവെക്കുന്നത് അതും ഒരു സദക്കയാണ്. ഇതായിരിക്കണം എല്ലാ അഹമ്മദികളും സ്വായത്തമാക്കേണ്ട നിലവാരം. ഞാനിപ്പോൾ പ്രവർത്തകരോടാണ്, ഡ്യൂട്ടിക്കാരോടാണ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നത്. അതുകൊണ്ട് അവരോടാണ് ഉണർത്തുന്നത്. എപ്പോഴും പുഞ്ചിരി തൂകുക എന്നത് ഒരു മഹൽ ഗുണമാണ്. ഡ്യൂട്ടിക്കിടയിൽ ചിലപ്പോൾ ഉറങ്ങാനൊക്കെ കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ. നല്ല ക്ഷീണമുണ്ടാകും. എന്നാൽ അത്തരം സാഹചര്യത്തിലും നിങ്ങളുടെ പുഞ്ചിരി മായാതിരിക്കട്ടെ. പൂർണ്ണ മനസ്സോടെ നിങ്ങൾ സർവസന്നദ്ധതയോടെ സേവനം ചെയ്യണം. ഇതാണ് നിങ്ങൾക്കുള്ള കൽപ്പന. അതുപോലെ തന്നെ തർബിയത്ത് വകുപ്പ് പ്രത്യേകിച്ചും അതുപോലെ മറ്റ് ഡ്യൂട്ടിക്കാർ പൊതുവിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റുപാടിൻ്റെ, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പവിത്രതയ്ക്കും അധ്യാപനത്തിനും വിരുദ്ധമായ എന്തെങ്കിലും ആരെങ്കിലും നിന്ന് കാണുമ്പോൾ സൗമ്യമായും സ്നേഹപൂർവ്വവും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ വ്യവസ്ഥിതിക്ക് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഞാൻ അടുത്തു പറഞ്ഞ സംഗതി വഴികളുടെ ശുചിത്വം അല്ല, വഴി പറഞ്ഞു കൊടുക്കുന്നതാണ്. വഴി പറഞ്ഞു കൊടുക്കാനും ടീമുകൾ നിശ്ചയിക്കപ്പെടാറുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ബോർഡുകൾ തൂക്കിയിടുന്നു, വിവിധ നിർദ്ദേശങ്ങൾ എഴുതി വയ്ക്കുന്നു. റൂട്ടുകൾക്കും സൈനുകൾക്കും വേണ്ടി ബോർഡുകൾ ഉണ്ടാകും. ഇതൊക്കെ ആയിരുന്നാലും ശരി, ആരെങ്കിലും ഏതെങ്കിലും ഡ്യൂട്ടിക്കാരുടെ വഴി ചോദിച്ചു വന്നാൽ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആരുടെ ഡ്യൂട്ടിയാണ് അവൻ തന്നെ വഴി പറഞ്ഞു കൊടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. വഴി അറിയുന്ന ഏതൊരാൾക്കും അത് പറയാൻ പറ്റും. ഇനി സ്വയം അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് എത്തിക്കുന്നതാണ് സൽപെരുമാറ്റത്തിൻ്റെ തേട്ടം. വികലാംഗരെയും അന്ധരെയും സഹായിക്കുന്നത് അല്ലെങ്കിലും നിർബന്ധമുള്ള കാര്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇവിടെ ഇക്കാര്യത്തിൽ പ്രത്യേകം ഊന്നൽ നൽകേണ്ട കാര്യമില്ല. ആയതിനാൽ അത് സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടതില്ല. അതുപോലെ വഴിയിലോ വിവിധ സ്ഥലങ്ങളിലോ ഏതെങ്കിലും അതിഥിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കവറോ ഡിസ്പോസിബിൾ ഗ്ലാസോ മറ്റു വല്ല അവശിഷ്ടങ്ങളോ വലിച്ചെറിയുന്നത് കണ്ടാൽ അക്കാര്യത്തിൽ ക്ലീനിങ് വിഭാഗം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവർ വൃത്തിയാക്കുന്നത് തുടരുമെങ്കിലും ഇനി ഏതെങ്കിലും പ്രവർത്തകർ ഡ്യൂട്ടിക്കാർ അങ്ങനെ വേസ്റ്റുകൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ഡസ്റ്റ്ബിന്നിലേക്ക് അത് നിക്ഷേപിക്കേണ്ടതാണ്. അതുപോലെ സംഘാടകരും അടുത്തടുത്ത സ്ഥലങ്ങളിൽ വിവിധ ഇടങ്ങളിലായി ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിക്കേണ്ടതാണ്. എന്നാൽ നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് അവയിൽ ആരെങ്കിലും വല്ല അനർത്ഥകരമായ വസ്തുക്കളും നിക്ഷേപിക്കുന്നുണ്ടോ എന്നും അടിക്കടി പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്നവരും അതിഥികളെ നല്ലവണ്ണം ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലും ഭക്ഷണം കുറഞ്ഞു പോയാൽ തന്നെ അതിഥികളോട് സ്നേഹപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കുക. ഭക്ഷണം കുറവേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും പരസ്പരം സഹകരിച്ച് കഴിച്ചാൽ മാത്രമേ എല്ലാവർക്കും ഭക്ഷണം എത്തുകയുള്ളൂ എന്ന് പറയുക. പൊതുവെ അതിനുള്ള സാധ്യത നന്നേ കുറവാണ്. എന്നാൽ എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ തന്നെ
ഭക്ഷണം വിതരണം ചെയ്യുന്നവർ അതിഥികളുടെ സ്നേഹത്തോടും യുക്തിയോടും കൂടി അത് പറഞ്ഞ് അവർ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ട്രാഫിക് വിഭാഗവുമുണ്ട്. അവിടെയും ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് കാലാവസ്ഥ മോശമാകുമ്പോൾ. ഇവിടെ വരുന്ന അതിഥികളോടും എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് ട്രാഫിക് നിയന്ത്രിക്കുന്നവരോട് പൂർണ്ണമായും സഹകരിക്കുക എന്നതാണ്. ആ വിഭാഗത്തിലെ പ്രവർത്തകരും എപ്പോഴും സൽപെരുമാറ്റം കാഴ്ചവെക്കേണ്ടതുണ്ട്. അതുപോലെ ജൽസയുടെ ഇതര വ്യത്യസ്ത വിഭാഗങ്ങളും ഉണ്ട്. എപ്പോഴും പുഞ്ചിരി തോകുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എല്ലാവരും പാലിക്കുക. എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു നല്ല നിലയിൽ ഡ്യൂട്ടി ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജൽസ എല്ലാ നിലക്കും അനുഗ്രഹപൂർണ്ണമാകട്ടെ. പ്രത്യേകിച്ച് എല്ലാ അഹമ്മദികളും ഈ ജൽസ വിജയിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.